നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ചാമക്കാല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അവർ ഒരു ആൽബം ചെയ്തതിനെ തുടർന്ന് ഉണ്ടായിരുന്ന വിവാദങ്ങൾ കുറേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ തൊഴിലിനൊന്നും പോകാതെ അവർ അഭിനയിച്ച് ജീവിക്കുന്നു. അവർ നാടകത്തിലായാലും അതുപോലെ റീൽസും മറ്റുള്ളതൊക്കെ ചെയ്ത് കണ്ടിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതങ്ങനെ ജീവിക്കട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കും അവരെ സഹായിക്കാൻ ഇനി പറ്റില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സഹായിക്കേണ്ടത് അത്രയും എല്ലാവരും കൂടി സഹായിച്ചു, ഒരു വീട് വെച്ചു കൊടുത്തു. ഇതൊക്കെ തന്നെയല്ല എല്ലാവരും ചെയ്യുന്ന സഹായം. അപ്പോൾ ഇവർ അധ്വാനിച്ച് അവർ ജീവിക്കാൻ തീരുമാനിച്ച് അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. അവർ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ അവർ ഏത് രൂപത്തിൽ പൈസ ഉണ്ടാക്കുന്ന അവരങ്ങനെ ജീവിക്കട്ടെ. അതല്ല വിഷയം. അപ്പം ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധി മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം വർഷം കഴിഞ്ഞു. പക്ഷെ എന്നാലും സുധിയെക്കുറിച്ചിട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ വീണ്ടും ഓരോന്നും പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെ സുധിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളല്ലേ. എന്തിനാണ് ഇങ്ങനെ കിടന്ന് കണ്ടിട്ട് വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധി എന്ന കലാകാരൻ അയാൾ അധ്വാനിച്ച് ഒരു കുടുംബം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥ പുള്ളിക്ക് വന്നത്. അപ്പോൾ അതിനിടയിൽ കൂടെ വീണ്ടും ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു കണ്ടിട്ട് ഇങ്ങനെ ശല്യം ചെയ്ത് എന്ത് ചെയ്യും? അപ്പൊ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സുധി മരിച്ചുപോയി. അവരുടെ വീട്ടുകാര്, സുധിയുടെ വീട്ടുകാര് രേണുവിനെയും പിള്ളേരെയൊക്കെ നന്നായിട്ട് അവര് നോക്കുന്നുണ്ടെന്ന് വെച്ചാൽ അവര് രണ്ട് വീട്ടിലാണ്. ഇവരുള്ള കൊല്ലത്തും മറ്റൊരു കോട്ടയത്തുമാണ്. അപ്പൊ അതുകൊണ്ട് അവര് നോക്കുന്നില്ല അല്ലെങ്കിൽ അവർ അന്വേഷിക്കുന്നില്ല. ഇതൊക്കെ പറയണത് ചുമ്മാണ്. അതൊക്കെ വെറുതെ ഓരോ ചാനലുകാര് എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ചാനലുകാര് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവരെ വളർത്തിക്കൊണ്ടുവന്നത് പോലെ തന്നെ അവരെ താഴേക്കിടയിലേക്ക് കൊണ്ടുപോകാനും അവരെ കൊണ്ട് പറ്റും. ഈ ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വെറുതെ ആരോപണങ്ങൾ ഓരോന്നുണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. അതുപോലെ തന്നെ കുറെ യൂട്യൂബ് ചാനലും അങ്ങനെ അവരെ പുറകെ നടന്ന് ശരിക്കും പറഞ്ഞാൽ സുധി മരിച്ചതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞു കണ്ട് ഓരോ ചാനലുകൾ വന്ന് സുധിയുടെ ഭാര്യനെ അവർ അടിച്ചിറക്കി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പിള്ളേര് മകനെ നോക്കാതെ മകൻ തിരിച്ചുപോയി, അങ്ങനെയൊക്കെ പറഞ്ഞ എന്തെല്ലാം വിവാദങ്ങൾ. അതൊക്കെ എന്തിനാന്ന് വെറുതെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെങ്ങനെയും ജീവിച്ചോട്ടെ, മനസ്സിലായി? അവര് എങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ. അവര് നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെന്തിനാ ആൾക്കാർക്ക് ഇത്ര പ്രശ്നം? സുധി നല്ല രീതിയിൽ അധ്വാനിച്ച് നല്ല കോമഡി ഷോയിൽ നല്ല പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ച് അതിനകത്ത് വിന്നറായതിനു ശേഷമാണ് സുധിക്ക് ഒരുപാട് സിനിമകൾ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന നാദൃശക്കര സിനിമയിൽ കൂടിയാണ് പുള്ളി. അതിനു മുമ്പും കുറേ സിനിമയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിലാണ് ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം വന്നത്. അതിൻ്റെ തമിഴിലും സുധി തന്നെയാണ് ചെയ്തത്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് സുധിക്ക് ഒരുപാട് സിനിമകൾ കിട്ടി. ആ സിനിമകളിൽ കൂടിയൊക്കെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം വന്നത്. അപ്പൊ സുധി എന്തായിരുന്നു എന്നുള്ളത് സുധിനെ അറിയാവുന്നവർക്കറിയാം. ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് സുധിനെ അറിയാം. സുധി എന്നെ വിളിക്കാറുണ്ട്. ഞാൻ സുധിനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സുധി വന്നു. സുധി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധി പരിപാടിക്ക് 1 മണിക്കൂർ മുമ്പ് എത്തും. 1 മണിക്കൂർ മുന്നേ വന്നു കഴിഞ്ഞിട്ട് അതിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കയറ്റി പരിചയപ്പെട്ട് കാര്യം പറഞ്ഞിരിക്കണം. അങ്ങനെയാണ് സുധി. അല്ലാതെ മറ്റുള്ളവർ ചെയ്യണ പോലെ സുധി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടല്ല വരിക, 1 മണിക്കൂർ മുന്നേ വരും. അതവിടെ പരിപാടിക്കാണെങ്കിലും സുധി അങ്ങനെ തന്നെയാണ്. ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് സുധി എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. സുധിയുടെ കൂട്ടുകാരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരോടൊക്കെ ചോദിച്ചറിയാം എന്താണെന്നുള്ളത്. ഇപ്പൊ ബിനിച്ചേട്ടനായാലും അതുപോലെ തന്നെ നമ്മുടെ സുധിയുടെ കൂടെ ഉണ്ടായിരുന്ന പാഷാണം, രാജേഷ്, ഇവരൊക്കെ സുധിയുടെ ഫ്രണ്ട്സാണ്. അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം സുധി അത്രയ്ക്ക് പഞ്ച്വാലിറ്റിയിൽ പരിപാടി നടത്തിയിരുന്നത്. ചില സമയങ്ങളിൽ സുധി ബസ് കാശ് വരെ ഇല്ലാതെ വിഷമിച്ചിട്ടുണ്ട്.
സുധീർ വീട്ടിൽ നിന്ന് കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് എത്താനായിട്ട്. എനിക്കറിയാം, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ. സുധീർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നിരുന്നത്. ഓരോ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ വിളിക്കാറുണ്ട്. അളിയ ഇങ്ങനെയാണ് വിളിക്കുക, അളിയ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടളിയാ, എൻ്റെ അവരിങ്ങനെ ഹോസ്പിറ്റലിലാണ്, ഇറങ്ങാൻ പൈസ ഒന്നും കിട്ടിയിട്ടില്ല, അതാണ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ഇതേപോലൊരു വിവാദം ഉണ്ടായിരുന്നു. ഏതൊരു ഗ്രൂപ്പ് സംബന്ധമായിട്ടോ അങ്ങനെ എന്തോ ഒരു പ്രശ്നത്തിൽ ശ്രുതിപ്പെട്ടിട്ട് സുധിയുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം. അന്ന് ഞങ്ങൾ പറഞ്ഞു ശ്രുതി അത്രക്കാരനല്ല എന്ന് പറഞ്ഞിട്ടും ശ്രുതി തന്നെ വന്ന് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏതോ ചാനലിലോ അങ്ങനെയൊക്കെ വന്നിട്ട്. പക്ഷെ വെറുതെ ഓരോ വിവാദങ്ങൾ എന്താണെന്ന് അറിയില്ല. ഒരാളുടെ വളർച്ച കണ്ടിട്ട് സൈഡിലിരുന്ന് കഴിഞ്ഞിട്ട് കുത്തുന്ന ആൾക്കാർ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഏതെങ്കിലും രൂപത്തിൽ വളർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മലയാളികളുടെ ഇടയിലുള്ള ഒരു സ്വഭാവമാണ്. അതിനെക്കുറിച്ച് ആരോടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. സുധി ശരിക്കും പറഞ്ഞാൽ അന്ന് സുധിയുടെ അപകടം നടക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ്. പനമ്പിക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്. അത് തന്നെ 3 പീടിക എന്നുവെച്ചാൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ വടക്കോട്ട് വന്നിട്ട് 3 പീടികയ്ക്കും കാളമുറി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഇടയിലായിട്ടാണ് ഈ പനമ്പിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അവിടെ ആദ്യം ഒരു ചെറിയ വളവുണ്ടായിരുന്നു. പക്ഷെ ആ വളവ് ഇപ്പോൾ നിർത്തി. NH66 വരുമ്പോൾ ആ വളവ് നേരെയാക്കി. പക്ഷെ ഈ വളവ് അതിൽ കൂടെ ആയിരുന്നു വണ്ടികൾ പോയിരുന്നത്. പക്ഷെ ഇപ്പോൾ ശരിക്കും നേരെയായി റോഡ്. ആ വളവ് പ്രത്യേകം ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് വരുന്നവർക്ക് പെട്ടെന്ന് അപകടം സംഭവിക്കാൻ പറ്റുന്ന ഒരു വളവ് തന്നെ. ഇതിനു മുമ്പ് അവിടെ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഡ്രൈവർ ഉറങ്ങിയതാണെന്നാണ് തോന്നുന്നത്. അവിടെയുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാർ പറഞ്ഞത് ഡ്രൈവർ ഉറങ്ങിപ്പോയതെന്നാണ്. പക്ഷെ മറ്റേ ഓപ്പോസിറ്റ് വന്ന വണ്ടി അവർ പരമാവധി ഒതുക്കി കൊടുത്തിട്ടും ഇവരൊന്ന് ഇടിച്ചു കയറിയതെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. പിന്നെ അതിനുശേഷം പോലീസ് റിപ്പോർട്ട് എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് കണ്ടു നിന്നിരുന്നത് സാക്ഷികളുണ്ടായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാർ. വെളുപ്പിനവിടെ ഒരു ചായക്കടയുണ്ട്, സുനിലേട്ടൻ്റെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നിരുന്ന ആൾക്കാരിൽ പെട്ട ചിലർ അന്ന് ഞാൻ കുറേ നാൾ ഇതിൻ്റെ പുറകെ നടത്തിയതുകൊണ്ട് എന്നെ അവിടെ കുറച്ച് ആൾക്കാരെ അറിയും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടുകാരൻ മരിച്ചത് സ്ഥലം നമുക്ക് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നേരെ ഇവരെല്ലാവരും കൂടി അവിടെ ഒരു ആംബുലൻസിൻ്റെ ഇതുണ്ട്, ഒരു സംഘടനയുണ്ട്, ആക്ട് എന്നുണ്ട്. അവർ കൊടുങ്ങല്ലൂർ നമ്മുടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ രാവിലെ എത്തിച്ചു. പക്ഷെ എത്തിച്ചപ്പോഴേക്കും ആൾ മരിച്ചു. അപ്പോൾ രാവിലെ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഒരു ചേച്ചി അവിടെ ജോലി ചെയ്യുന്നുണ്ട് ക്രാഫ്റ്റിൽ. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കലാഭവനിലുണ്ടായിരുന്ന സുധി എന്ന് പറഞ്ഞ ആളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, പുള്ളി മരിച്ചു പോയി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വലിയ ഷോക്കായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വിളിക്കുന്ന ആൾക്കാരാകുമ്പോൾ അങ്ങനെയാണല്ലോ. പെട്ടെന്ന് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി, പെട്ടെന്ന് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ. പിന്നെയാണ് ന്യൂസ് വെച്ച് നോക്കിയപ്പോൾ ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു സുധി മരണപ്പെട്ട വാർത്ത. അപ്പോൾ സുധിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സുധി അങ്ങനെ വന്നൊരു കലാകാരനാണ്. ഒരുപാട് ആൾക്കാരെ ചിരിപ്പിച്ച് അവസാനം എല്ലാവരെയും കൂടി കരയിപ്പിച്ചിട്ട് സുധി അങ്ങോട്ട് പോയി. അതൊരു വല്ലാത്ത, ഇപ്പോൾ കലാപം മണിച്ചേട്ടൻ മരിച്ചപ്പോൾ അങ്ങനെ തന്നെയില്ലായിരുന്നു. അത്രയും ജനങ്ങൾ സുധി, അത്രയും ഇല്ലെങ്കിലും നല്ലൊരു കൂട്ടം ജനങ്ങൾ സുധി മരിച്ചിട്ട് കാണാനും സുധിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിൽ ഇപ്പോൾ ഒരുപാട് കലാകാരന്മാർ നല്ല എത്രയോ പേരാണ് നമുക്ക് നഷ്ടമായത്. കലാഭവൻ മണി, ഇന്നസെൻ്റ്, മുരളി, അങ്ങനെ ഒരുപാട് നല്ല എന്നുവെച്ചിട്ട് ഇപ്പില്ല എന്നല്ല പറയണത്. പക്ഷെ മാമുക്കോയ, അവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു, വലിയൊരു നഷ്ടം തന്നെ. അപ്പോൾ ഞാൻ ഇതൊന്നല്ല വിഷയം പറഞ്ഞു വന്ന ഇതാണ്. എന്താണെന്ന് പറഞ്ഞാൽ സുധിയുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ മറ്റുള്ളതോ ഇല്ല. സുധിയുടെ വീട്ടുകാരും സുധിയുടെ ഭാര്യയും
എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പം അത് പറഞ്ഞു കണ്ടിട്ട് ആൾക്കാർ വെറുതെ ഓരോ ന്യൂസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഈ സമയം സുധിനെ ഓർക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ സുധിര വീട്ടുകാർക്കും ഇത് കേട്ടിരുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്തൊരു വിഷയം ഇന്ന് കലാഭവൻ മണിച്ചേട്ടൻ്റെ 9ാമത്തെ വാർഷികമായിരുന്നു. അപ്പോൾ ഇന്ന് പാടിയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതൊക്കെ കണ്ടതിന് ശേഷം നാളെ അതിൻ്റെ ഒരു വിഷയമായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ജയ് ഹിന്ദ്.